ഹലോ, നമസ്കാരം. ഇന്നത്തെ ജെറ ഡയറിയുടെ യാത്ര സബാഹിയ മരുഭൂമിയിലേക്കാണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കഴിക്കേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രെഡ്, മുട്ട, പിന്നെ ലിവർ വേവിച്ചിട്ടെടുത്തു, പിന്നെ ബർഗർ പാറ്റീസ്, അങ്ങനെയെല്ലാം. പിന്നെ നമ്മൾ നേരെ പെട്രോൾ പമ്പിൽ കയറിയേ. ഇത്രയും ദൂരെ യാത്രയുണ്ടായല്ലേ, പെട്രോൾ തീരെ കുറവായിരുന്നു വണ്ടിക്കകത്ത്. പിന്നെ അവിടുന്ന് പെട്രോൾ അടിച്ച് നേരെ ഇറങ്ങി. നല്ല തിരക്കായിരുന്നു കേട്ടോ റോട്ടിൽ. പിന്നെ ഒരു തരത്തിൽ ആ തിരക്കിൽ നിന്നൊക്കെ രക്ഷോട്ട് ഊരി പോന്നു. പിന്നെ ഈ കാണുന്നുണ്ടോ, ഇത് ഷുവൈക്ക് പോർട്ടിൻ്റെ ഭാഗങ്ങളാണേ. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറിയത് ജാബർ ബ്രിഡ്ജിൽ. GCCയിലെ തന്നെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ് കേട്ടോ ജാബർ ബ്രിഡ്ജ്. അതിൻ്റെ വീഡിയോ കാണാൻ രസം നൈറ്റ് ഡ്രൈവിലാണേ. അതൊരു പ്രാവശ്യം നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ പോയി നമ്മൾ അടുത്ത ഇനി വരുന്നൊരു ഐലൻഡാണേ. അത് സദേൺ ഐലൻഡ് എന്ന് പറയും കേട്ടോ. എന്താ അല്ലേ, ഒരു കടൽ നികത്തിയിട്ട് അതിൻ്റെ മേലെ ഐലൻഡ് പണിയുക, പിന്നെ അതിൻ്റെ കുറുകെ ബ്രിഡ്ജ് പറയുക. നമ്മുടെ ചെറിയ ബുദ്ധിയിലൊന്നും ഇതൊന്നും വരത്തില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കാനേ പറ്റുന്നില്ല. എന്തായാലും ആൾക്കാരൊക്കെ ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. പിന്നെ അവിടെ നമ്മളിങ്ങനെ പോയി. അതിൻ്റെ ഇടയ്ക്ക് അബ്രാമിനും അമ്മീറയ്ക്കും ബോറടിക്കുന്നുണ്ടായിരുന്നു, കുറേ ദൂരെ ഇരിക്കുമല്ലേ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത വേറൊരു ഐലൻഡും കൂടെ വരുന്നുണ്ട് കേട്ടോ, നോർത്തേൺ ഐലൻഡ്. അതും കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ കുറേ ദൂരമുണ്ട്, ഏകദേശം 2 മണിക്കൂറോളം ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നേ. അതല്ല അതേണ്ട ഈ കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞേ നോർത്തേൺ ഐലൻഡ്. ഇതാണ്ട് ഇനി നമ്മൾ മരുഭൂമിയുടെ ഭാഗത്തേക്ക് കടക്കുവാണേ. ഇത് കണ്ടോ, ഫുള്ള് തരിശു ഭൂമികൾ മാത്രമായി കേട്ടോ. അതേണ്ട ഒരു കുതിരക്കാരൻ പോകുന്നു. പിന്നെ അതേണ്ട ഒരു ബംഗ്ലാദേശിലെ ഒരു പുള്ളിക്കാരനാണേ, നിറയെ ഷീപ്പുമായിട്ട് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ ഒന്ന് ഇറങ്ങി പുള്ളിക്കാരനോട് സംസാരിച്ചു. ബംഗ്ലാദേശിയാണേ പുള്ളി. എന്താല്ലേ, എനിക്കാണെങ്കിൽ ഈ പുള്ളിക്കാരനെ കണ്ടിട്ട് ആടുജീവിതത്തിലെ ആ സിനിമയൊക്കെ ഓർമ്മ വരുവാണേ. പിന്നെ അമീറയ്ക്ക് പേടിയാണേ ഷീപ്പിനെയൊക്കെ കണ്ടിട്ട്. അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ജസ്റ്റ് പുള്ളിക്കാരനോടൊന്ന് സംസാരിച്ചിട്ട് നമ്മളിങ്ങ് പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങേ അറ്റത്ത് നോക്കിയപ്പോൾ കുറേ ആൾക്കാരും ബഹളവും ടെൻറ്റുകളൊക്കെ കണ്ടേ. നമ്മളിങ്ങ് കയറി നോക്കിയപ്പോഴത്തേക്കും ഈ പണ്ട് വർഷങ്ങൾക്ക് മുമ്പത്തെയും ഇൻഡസ്ട്രിയൽ ഏരിയയുടെ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. കുറേ ഉപേക്ഷിച്ചിട്ട് പോയ കെട്ടിടങ്ങളും ഒക്കെ അതിനകത്ത് ആരൊക്കെയോ പടം വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ചിത്രങ്ങളൊക്കെ ആയിരുന്നു. വർഷങ്ങൾക്ക് മുമ്പത്തെ എന്തൊക്കെയോ അവിടെയൊക്കെ കച്ചവടങ്ങളൊക്കെ നടത്തിയിരുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അത് ഷിപ്പ് പോർട്ടിൻ്റെ ഭാഗമായിരുന്നു എന്നറിയത്തില്ല കേട്ടോ. എന്തായാലും എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുവാണേ. അതിലെ കൂടെ നമ്മളൊന്ന് ജസ്റ്റ് വട്ടം തിരിഞ്ഞിട്ട് പോന്നു. അവിടെ വല്ലതും നമുക്ക് ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടുമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ അങ്ങോട്ട് പോയത്. പക്ഷേ അവിടെ നമുക്ക് പറ്റിയ സ്ഥലമൊന്നും കിട്ടിയില്ല, നിറയെ ആളായിരുന്നേ. ഇവരുടെ ടെൻ്റൊക്കെ കണ്ടിട്ട് 2 ദിവസം മുമ്പേ ഇവരിവിടെ കിടന്നതാണെന്ന് തോന്നി. പിന്നെ ഫൈനലി നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ട് വന്നിട്ട് ഇത് ഏരിയ വരുന്നത് ശരിക്കും സബാഹിയ മോസ്കിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അങ്ങനെ കറക്റ്റ് നമുക്ക് നല്ലൊരു സ്ഥലമാണ് കിട്ടിയത്, നല്ല മരം. പക്ഷേ ചെന്നിറങ്ങിയപ്പോൾ തന്നെ നല്ല കാറ്റ്. ആദ്യം വിചാരിച്ചു തിരിച്ച് വീട്ടിൽ പോയാലോ എന്ന്. പക്ഷേ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എത്തിയതല്ലേ, എന്തായാലും വേണ്ടില്ല, നമ്മൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് ടെൻ്റൊക്കെ സെറ്റാക്കി. പിന്നെ അവിടെ വെച്ച് തേണ്ടേ നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിലെ ഐബക്കും നമ്മുടെ സെയ്മിനെയും കണ്ടു. അവൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ പിള്ളേർക്ക് കൂട്ടുകാരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ ലോകത്തിലേക്ക് അങ്ങ് പൊക്കോളുമല്ലോ. പിന്നെ അവിടെ ഒരു ചേട്ടൻ ബഗ്ഗിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. 1 മണിക്കൂറിന് 5 KD ബഗ്ഗി. അങ്ങനെ നമ്മൾ പിന്നെ 1 മണിക്കൂറത്തേക്ക് റെൻറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അബ്രാമും അമീറയും അവരുടെ ഫ്രണ്ട്സ്, പിന്നെ അബ്രാമിൻ്റെ അപ്പായും അമ്മയും ബഗ്ഗിയെ തന്നെയായിരുന്നു കേട്ടോ 1 മണിക്കൂറോളം. നമുക്കും എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റൊക്കെ വേണ്ടേ, അവർ മാത്രം ഓടിച്ചാൽ പോരല്ലോ. മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് സൂര്യൻ അസ്തമിക്കുന്ന നല്ല ഭംഗിയിൽ ഇവിടെ ഒന്ന് കാണാൻ പറ്റുമായിരുന്നേ. അബ്രാമാണ് എപ്പോഴും ഡ്രൈവർ, വേറെ ആർക്കും ഓടിക്കാൻ കൊടുക്കുകയില്ല കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായി ബഗ്ഗി ഓടിയിൽ. എല്ലാവരെയും എടുത്ത് ഓടിക്കുന്നതൊക്കെ അവനാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു സെറ്റപ്പിൻ്റെ ഔട്ട്ലുക്ക് ഇതായിരുന്നു കേട്ടോ, ഫൈനൽ ഔട്ട്പുട്ട്. ഇവിടെ ചെറിയ ടെൻ്റ് അവിടെ ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ടെൻ്റ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മളവിടെ കിടക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് പോയതല്ലായിരുന്നേ. എങ്ങാനും പിള്ളേർ ഉറങ്ങിപ്പോയാലോ എന്ന് ഓർത്തുകൊണ്ടാണ് ടെൻ്റ് പിന്നെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ചെന്നപ്പോൾ തന്നെ ബർഗർ പാറ്റീസ് മേടിച്ചുകൊണ്ടാണ് പോയിരുന്നത്. അത് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ബർഗറായിരുന്നു കേട്ടോ ആദ്യം ഉണ്ടാക്കി കൊടുത്തത്. നമ്മളെല്ലാവരും അത് കഴിച്ചു. അതിനുശേഷം പിള്ളേർ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അതിനകത്ത് ഡാൻസ് കളിക്കുന്നു. ഭയങ്കര രസമാണ്. ഇവർക്ക് അബ്രാമിന് തന്നെ ഇവിടുന്ന് പോകണ്ടായിരുന്നു. പക്ഷേ നെക്സ്റ്റ് ഡേയിൽ അവന് സ്കൂളിലും പോകണം, ഞങ്ങൾക്ക് ഡ്യൂട്ടിക്കും പോകേണ്ടതുകൊണ്ട് നമുക്കന്ന് അവിടെ കിടക്കാൻ പറ്റത്തില്ലായിരുന്നു. വൈകുന്നേരം ആയപ്പോഴത്തേക്കും എന്തായാലും കാറ്റ് നന്നായിട്ട് കുറഞ്ഞായിരുന്നേ, തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
ലിവറാണോ? രാത്രി ഡിന്നറിന് ലിവറാണോ? ഓക്കേ. സൂക്ഷിക്കണേ. ഇനിയാണ് അബ്രാമും അമീറയും അമ്മയും കാത്തിരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്, തീ കത്തിക്കൽ. തീ കത്തിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നേ, നല്ല തണുപ്പല്ലേ. പിന്നെ ഒരു തരത്തിലൊക്കെ തീ കത്തിച്ച് പേപ്പറും ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് പിന്നെ നമ്മൾ വേസ്റ്റ് ഇട്ടിരുന്ന പേപ്പറുകളും അങ്ങനെ എല്ലാം കൂടെ ഒരു തരത്തിൽ തീ കത്തിച്ചു കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നേ. നല്ല തണുപ്പത്ത് ഈ ചൂട് കായാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അങ്ങനെ കുറേ നേരം കൂടെ ഞങ്ങളവിടെ ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കൂടെ ഇരുന്ന് വെച്ചിട്ട് ഒരു 9:30 ആയപ്പോഴത്തേക്ക് നമ്മളവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഈവനിങ് ആയിരുന്നേ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.